നിർമ്മാണ പിഴവ് മൂലം അപകടാവസ്ഥയിലായിരുന്ന വൈറ്റിലയിലെ ആർമി ഫ്ളാറ്റ് പൊളിച്ചു നീക്കാനുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് സ്വാഗതാർഹമെന്ന് താമസക്കാർ. 2018 നിർമ്മിച്ച കെട്ടിടം താമസക്കാരുടെ ജീവന് ഭീഷണിയായ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഉത്തരവിറക്കിയത്. ഫ്ളാറ്റിന്റെ നിർമ്മാണത്തിൽ വലിയ ക്രമക്കേടുകൾ നടന്നതായാണ് പുറത്തുവരുന്ന വിവരം. അടർന്നു വീണു തുടങ്ങിയ ചുമരുകളും ദ്രവിച്ചു തുടങ്ങിയ ഇരുമ്പ് കമ്പികളും ഏതു സമയത്തും വൻ ദുരന്തത്തിന് വഴിവെച്ചേക്കുമെന്ന ഭയത്തിലാണ് താമസക്കാർ. ഫ്ളാറ്റിന്റെ നിർമ്മാണത്തിൽ വലിയ അഴിമതികളും അപാകതകളും നടന്നിട്ടുണ്ടെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. വിരമിച്ച സൈനികർക്കും വിമുക്ത ഭടന്മാർക്കും വേണ്ടി ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷനാണ് ഫ്ളാറ്റുകൾ നിർമ്മിച്ചത്. നിർമ്മാണത്തിന്റെ കരാർ മറ്റൊരു സ്വകാര്യ കമ്പനിക്കായിരുന്നു. ഈ സ്വകാര്യ കമ്പനിയുടെ അഴിമതിയാണ് ഇപ്പോഴുള്ള ദുരന്താവസ്ഥയ്ക്ക് കാരണം. അഴിമതി വിവരം ഉൾപ്പെടെ ഓർഗനൈസേഷൻ അറിയിച്ചിരുന്നെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് ഫ്ളാറ്റ് ഓണർ സിബി ജോർജ് പറഞ്ഞു. നമ്മുടെ തന്നെ ഓണേഴ്സിൻ്റെ അസോസിയേഷൻ പോലും അതിൻ്റെ ഗൗരവമായ കാര്യം മനസ്സിലാക്കാതെ AWH ഒരു വിധത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമീപനമായിപ്പോയി അവരുടെ എടുത്തത്. അത് നമ്മുടെ ആ ഫൈറ്റിൽ വലിയ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലി ആൻഡ് മെൻ്റലി ഇറ്റ് വാസ് വെരി എക്സോസ്റ്റിംഗ്. പക്ഷേ എന്നാലും വിട്ടുകളയാൻ പറ്റില്ലല്ലോ. അങ്ങനെ മുൻപോട്ട് പോയി ഇൻസ്പെക്ഷൻ റിപ്പോർട്ടൊക്കെ വന്നു. IITയുടെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ടിനെ അവർ ചെറുത്തു. അത് ശരിയല്ല എന്ന് സ്ഥാപിക്കാൻ ഒരു മീഡിയ ക്യാമ്പയിൻ തന്നെ അവർ നടത്തി. ഒടുവിലാണ് ഹൈക്കോടതിയിലെ നിയമ പോരാട്ടം തുടങ്ങുന്നത്. കെട്ടിടം പൊളിക്കുന്നതിനും പുതിയത് നിർമ്മിക്കുന്നതിനും 175 കോടി രൂപ ആർമി ഓർഗനൈസേഷൻ നൽകണം. അധിക തുക ചിലവായാൽ അതും ഏറ്റെടുക്കണം. കളക്ടറുടെ നേതൃത്വത്തിൽ രൂപീകരിക്കുന്ന സമിതി 2 ആഴ്ചയ്ക്കകം യോഗം ചേർന്ന് താമസക്കാരെ ഒഴിപ്പിക്കുന്നതിലടക്കം തീരുമാനമെടുക്കണം. കെട്ടിടം പൊളിക്കൽ, പുനർനിർമ്മാണം, സുരക്ഷ തുടങ്ങിയ കാര്യങ്ങളിൽ സമിതിക്കാണ് ഉത്തരവാദിത്തമെന്നും കോടതിയുടെ നിർദ്ദേശമുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി.